ഹായ് ഡിയേഴ്സ്. സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റും ആയിട്ടാണ് കേട്ടോ. അതായത് നമ്മൾ ഏവരും കാത്തിരുന്നിട്ടുണ്ടായിരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയുടെ സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയാണ് മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്. ആൻഡ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള CUK.AC.in കയറി കഴിഞ്ഞാൽ അവരുടെ മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓൾസോ നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്തവരായിരിക്കുമല്ലോ. അപ്പോൾ എന്താണ് അപ്ലൈ ചെയ്തവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അലോട്ട്മെന്റ് സ്റ്റാറ്റസ് കാണാൻ കഴിയും കേട്ടോ. നേരെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ, സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങളെ പേര് വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള സ്റ്റാറ്റസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, ദെൻ അവിടെ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അഡ്മിഷൻ ഫീ അവിടെ പേ ചെയ്യണം. ഓക്കെ, അഡ്മിഷൻ ഫീ പേ ചെയ്യാൻ ഒരു സ്പെസിഫിക് ഡേറ്റ് അവർ പറയും. അതിൻ്റെ ഉള്ളിൽ തന്നെ പേ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ സീറ്റ് ഉറപ്പിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ അഡ്മിഷൻ ഫീ പേ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് അലോട്ട്മെന്റ് നമുക്കറിയാം August 23 വന്നിട്ടുള്ളത്. August 27 വരെ ആയിരുന്നു അഡ്മിഷൻ ഫീ പേ ചെയ്യാനുള്ള ഡേറ്റ്. ദെൻ സെക്കൻഡ് അലോട്ട്മെന്റ് August 28 വന്നിട്ടുള്ളത്. August 30 വരെ മാത്രമേ നമുക്ക് എന്തുള്ളൂ അവിടെ അഡ്മിഷൻ ഫീ പേ ചെയ്യാനുള്ള ടൈം ഉള്ളൂ. അപ്പോൾ എന്താണ്, നാളെ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ആണ്, നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ എല്ലാവരും ആർക്കൊക്കെ നിങ്ങൾക്ക് മെറിറ്റ് ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ടോ എന്തായാലും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ ഫീ പേ ചെയ്തിട്ട് അവിടുത്തെ സീറ്റ് ഉറപ്പാക്കുക കേട്ടോ. ആൻഡ് ഇനി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ വിഷമിക്കാനൊന്നുമില്ല. നമുക്ക് തേർഡും ഫോർത്തും ഒക്കെ അലോട്ട്മെന്റ് വരുന്നുണ്ട്. തേർഡ് അലോട്ട്മെന്റ് വരുന്നത് August 31 ദെൻ ഫോർത്ത് അലോട്ട്മെന്റ് September 4 വരുന്നുണ്ട്. അപ്പോൾ കിട്ടാത്തവരാണെങ്കിൽ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ ഇത്തരം CUT റിലേറ്റഡ് ഇൻഫോർമേഷൻസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, ദെൻ ബൈ.